അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം. ഏറ്റവും വലിയ പഠനശാഖ ഏതാണ്? പല ശാഖകളുണ്ട്. എന്നാൽ മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്നതാണ് ഏറ്റവും വലിയ പഠനം. അവിടെ നാം തോറ്റുപോയാൽ ജീവിതത്തിൽ നാം നിരാശരായി തീർന്നേക്കാം. നമ്മുടെ ജീവിത പരിസരങ്ങളെ, ചുറ്റുപാടുകളെ, നിരന്തരം ഇടപെടുന്ന മനുഷ്യരെ നാം സസൂക്ഷ്മം നിരീക്ഷിക്കുകയും നിതാന്ത ജാഗ്രത പുലർത്തുകയും ചെയ്തില്ലെങ്കിൽ അബദ്ധങ്ങളും ചതിക്കപ്പെടാനുള്ള സാധ്യതകളും കൂടുതലായിട്ടുണ്ടാകും. ചതി അറിഞ്ഞും കെണിയൊഴിഞ്ഞും ജീവിതയാത്ര സുഗമമായി മുമ്പോട്ട് പോകണമെങ്കിൽ നാം നമ്മുടെ ചുറ്റുപാടുകളിൽ ഇടപെടുന്ന മനുഷ്യരെ നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ലൂക്കോസ് 22:21 കർത്താവായ യേശുക്രിസ്തു താൻ തെരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യനായിരുന്ന, സ്നേഹിതൻ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഇസ്കോരിയോത്ത യൂദയെക്കുറിച്ച് ഇങ്ങനെയാണ് പറഞ്ഞത്: എന്നെ കാണിച്ചു കൊടുക്കുന്നവൻ്റെ കൈ എൻ്റെ അരികെ മേശപ്പുറത്തുണ്ട്. ബട്ട് ബിഹോൾഡ്, ദ ഹാൻഡ് ഓഫ് ഹിം ഹു ബിട്രേസ് മീ ഈസ് വിത്ത് മീ ഓൺ ദ ടേബിൾ. നമ്മോടുകൂടെ വിരുന്നുണ്ണുന്നവനും കൈ ഒരുമിച്ച് താലത്തിൽ മുക്കുന്നവനും നമ്മുടെ ഉറ്റ സുഹൃത്തുക്കൾ എന്ന് നാം വിചാരിക്കുന്നവരും അവരിൽ പലരും മാനസികമായി നമ്മുടെ ഉള്ളിൽ നമ്മളോട് വിരോധം പേറുന്നവരും നമ്മെ തകർക്കുവാൻ തക്കം നോക്കി നടക്കുന്നവരുമൊക്കെ ഉണ്ടാകാം. എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. വിശ്വസ്തന്മാരും സഹായികളും കഷ്ടകാലത്ത് സഹോദരനേക്കാൾ സ്നേഹിക്കുന്ന സ്നേഹിതരുമൊക്കെ ഉണ്ട് എന്ന് ബൈബിൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അങ്ങനെയുള്ള വിശ്വസ്ത മനുഷ്യർ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ നാം ഈ കാര്യത്തിൽ വളരെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ജാമ്യത്തിനായിട്ട് കൊടുത്ത് അവസാനം പ്രതിസന്ധിയിലായ ഒരുപാട് ഗവൺമെൻറ് ജോലിക്കാരെ കാണാനായിട്ട് സാധിക്കും. മറ്റുള്ളവർക്ക് വേണ്ടി ജാമ്യം നിന്ന് തോറ്റുപോയ പലരെയും നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുന്നുണ്ട്. ബൈബിൾ ഈ കാര്യത്തിലെല്ലാം വളരെ സൂക്ഷ്മത പുലർത്തണമെന്ന് പറഞ്ഞിട്ടുള്ള അനുഗ്രഹീതമായ ദൈവത്തിൻ്റെ തിരുവചനമാണ്. കർത്താവായ യേശുക്രിസ്തു മനുഷ്യനിലുള്ളത് എന്ത് എന്ന് സ്വതവേ അറിഞ്ഞിരിക്കയാൽ മനുഷ്യനെക്കുറിച്ച് യാതൊരുത്തിൻ്റെയും സാക്ഷ്യം ആവശ്യമില്ലാത്തവനായിരുന്നു. മനുഷ്യനിലുള്ളത്, മനുഷ്യനെക്കുറിച്ച് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. അങ്ങനെ നാം ജീവിച്ചാൽ, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്, മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് എന്നും വായിക്കുന്നുണ്ട്. ആ മനുഷ്യർ തന്നെയാണ്, അവരുടെ പരമ്പര തന്നെയാണ് ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിലും ഉള്ളത്. അതുകൊണ്ട് നാം നമ്മുടെ നിത്യജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തിയാൽ സഹായികളും യഥാർത്ഥ സ്നേഹിതരും ആരാണെന്ന് തിരിച്ചറിയാനും പല കെണിയൊഴിഞ്ഞും ചതിയറിഞ്ഞും ജീവിതയാത്ര ശക്തമായി സമാധാനത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുവാനും ആരൊക്കെ വിട്ടുപോയാലും വിട്ടുപോകാത്ത, കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായി കർത്താവുണ്ട് എന്ന് വായിക്കുന്നത് പോലെ ആ ധൈര്യത്തിൽ മുമ്പോട്ട് പോകുവാനും നമുക്ക് സാധിക്കും. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ ഘട്ടമെത്തിയപ്പോൾ പല ശിഷ്യന്മാരും അവനെ വിട്ടുപോയി എന്നാണ് നാം വായിക്കുന്നത്. ക്രൂശീകരണ സമയത്ത് ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ടുപോയി എന്നാണ്. സാഹചര്യങ്ങളുടെ, പ്രശ്നങ്ങളുടെ കാഠിന്യമനുസരിച്ച് കൊഴിഞ്ഞുപോക്ക് തുടങ്ങുകയും കൊഴിഞ്ഞുപോക്ക് ഒരു പക്ഷേ പൂർത്തിയാവുകയും ആരും തന്നെ നമ്മുടെ സഹായത്തിന് ഇല്ലാത്ത ഒരു സ്ഥിതി വന്നാൽ തന്നെ ദൈവത്തിൽ ആശ്രയിച്ച് തിരുവചനത്തിലെ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയാൽ നമുക്ക് സുഗമമായി ജീവിതയാത്ര മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.